Namaskaram, Chagocha. How are you? Chagochante, ഈ ഇടയ്ക്ക് നമ്മൾ ദുബായിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ അന്ന് തൊട്ട് ചാക്കോച്ചൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് പ്രായമാവില്ലേ മനുഷ്യ? Please, can I give the mic to him, Lucia? Can I have another mic? Yes. Sure. Chagocha, a few words for Kuwait. Hello. Hello. എല്ലാവരും ഒന്ന് ശരിക്കും കാണാമെന്ന് വിചാരിച്ചു. സുഖമാണോ? എല്ലാവർക്കും സുഖം? ഒരുപാട് സന്തോഷം. എന്തോ നല്ല വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം, അതുപോലെ തന്നെ അഭിമാനമുണ്ട്. സൗണ്ട് നമുക്ക് കൂടുതൽ നന്നായിട്ടാക്കാൻ നിങ്ങൾ ഈ മൈക്കിൽ കൂടെ തന്നെ സംസാരിക്കണം. സോ എക്സ്ചേഞ്ച് മൈക്ക് സെറമണിയാണ് അടുത്തതായിട്ട്. ഇങ്ങോട്ടും കുറച്ച് കളിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അല്ലാതെ നടക്കില്ല. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടി ഒരു വലിയ നമസ്കാരം. സുഖമാണോ എല്ലാവർക്കും? സന്തോഷമായിട്ടിരിക്കുന്നു? ശരിക്കും ഇപ്പോൾ UAE-യിൽ ഒരു ചെറിയ കേരളത്തിൽ വന്നൊരു പ്രതീതിയാണുള്ളത്. ഒരുപാട് പരിചയമുള്ള മുഖങ്ങൾ പോലെ തോന്നുന്ന ഒരുപാട് മുഖങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട്. ശരിക്കും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്നുള്ളൊരു അറിയില്ല, ശരിക്കും എന്താണെന്ന് അറിയില്ല. കാരണം ഇത്രയും വലിയൊരു ജനാവലി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും കൂടെ വന്നതിന് ഒരു വലിയ നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഷിഫ അൽ ജസീറ, ഡോക്ടർ KT റബിയുള്ളയുടെ ഈ ഒരു സ്ഥാപനം എനിക്ക് തോന്നുന്നു UAE-യിൽ ഓവറോൾ UAE അബൌട്ട് 30+ ക്ലിനിക്സ് അദ്ദേഹം നടത്തുന്നുണ്ട്. ഇത് കുവൈറ്റിലെ 3ാമത്തെ ക്ലിനിക്കാണ്. ഷിഫ അൽ ജസീറയുടെ ഗ്രൂപ്പിലുള്ള 3ാമത്തെ ക്ലിനിക്കാണ് കുവൈറ്റിലുള്ളത്. ഈ ഒരു ചടങ്ങിൽ വരാനായിട്ട് സാധിച്ചത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഡോക്ടർ KT റബിയുള്ളയെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും ഈ ചടങ്ങിൽ വരുമ്പോൾ ഞാൻ ഓണേഡ് ആവുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവും എനിക്കുണ്ടായത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സകൾ ഏറ്റവും കൺസെഷണലായുള്ള റേറ്റ്സിൽ കൊടുക്കുവാനായിട്ട് ഡോക്ടർ KT റബിയുള്ളയുടെ നേതൃത്വത്തിലുള്ള ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് നടത്തുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും അവരുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്ന ഈ ഒരു സ്വീകരണവും ഈ ഒരു ആവേശവും തീർച്ചയായിട്ടും അദ്ദേഹം UAE-യിലുള്ള അനേകം. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാശ് മുടക്കി ചിത്രീകരിച്ച ഒരു ഗാനരംഗം കണ്ടിട്ട് വരികയാണ് ഞാൻ. കൊലുസ് എന്ന് തുടങ്ങുന്ന ഒരു ഗാനരംഗം. കസിൻസ് എന്ന് പറയുന്ന ചിത്രത്തിൽ ചാക്കോച്ചൻ അവസാനം പഞ്ചാബി ആയിട്ട് ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ട്. ചാക്കോച്ചൻ കസിൻസ് ആണല്ലോ അടുത്ത റിലീസ്. എന്താണ് നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാനുള്ളത്? ഡിസംബർ 19 ക്രിസ്മസിനോടനുബന്ധിച്ചാണ് കസിൻസ് എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ചിത്രീകരിച്ചതിൽ പറ്റി ഏറ്റവും ചിലവേറിയ ഗാനരംഗങ്ങൾ മാത്രമല്ല, ചിലവേറിയ ഒരു സിനിമ കൂടിയായിരിക്കും കസിൻസ്. തീർച്ചയായും നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് കസിൻസ് ഒരു ദൃശ്യവിരുന്ന് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കസിൻസ്, വൈശാഖെന്ന് സംബന്ധിച്ചു, കലാഭവൻ, ഷാജോൺ, ഹിന്ദിയിൽ നിന്നുള്ള പ്രദീപ് റാവത്ത്, നിഷ അഗർവാൾ, വേദി, അങ്ങനെ ഒരു വലിയ താരനിര തന്നെയുണ്ട് നിങ്ങളെ രസിപ്പിക്കാനും നിങ്ങളെ സന്തോഷിപ്പിക്കാനുമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് എന്നോടൊപ്പം മാത്രമല്ല കസിൻസിനോടൊപ്പം നിങ്ങൾക്ക് എന്തായാലും അടിച്ചു പൊളിക്കാൻ സാധിക്കും, ദൈവം സഹായിച്ച് എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ചാക്കോച്ച, താങ്ക്സ് എ ലോട്ട്. ഏതായാലും നമ്മൾ നേരത്തെ വാക്ക് തന്നിരുന്നു ഓരോ സൈഡിലോട്ടും ചാക്കോച്ചനെ കാണിക്കാമെന്നുള്ളത്. Chagocha, can you each side on the grace here? And to all the non-Malayalis here, if you really know who he is, if I would term him, he's the Saif Ali Khan of the South. He is
the one and only guy who has been playing a college hero from time immemorial. Thanks a lot, Chaguta. Ladies and gentlemen, Yes. show your love for Kunchako Boban. Thank you very much. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഇനിയും ഇതേപോലുള്ള നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുവാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നവും ആൻഡ് വെരി ബ്ലെസ്ഡ് ലൈഫ് ഇൻ കുവൈറ്റ്. താങ്ക് യു.